അപ്പോൾ നേഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്, അതുപോലെ തന്നെ ചൗക്കിദാർ MTS അങ്ങനെ പറഞ്ഞിട്ട് കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആർമി ബോർഡിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു 10 പോസ്റ്റുകൾ ഞാൻ പറയുന്നുണ്ട്. 10 പോസ്റ്റുകളുടെ യോഗ്യതകൾ ആദ്യം തന്നെ പറഞ്ഞേക്കാം. വെറും 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 10ാം ക്ലാസ് ITA പഠിച്ചവർക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ +2 പഠിച്ചവർക്ക് അവസരമുണ്ട്. +2 കഴിഞ്ഞ് ഡിപ്ലോമ പഠിച്ചവർക്ക് അവസരമുണ്ട്. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഏതെങ്കിലും ഡിഗ്രി പഠിച്ചവർക്കും അവസരമുണ്ട്. സോ 10ാം ക്ലാസ് യോഗ്യത മുതൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ അവസാനം വരെയും കണ്ട് മനസ്സിലാക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണ്. മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. അതുകൂടാതെ ഇതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ DD അടയ്ക്കേണ്ട കാര്യവും അതുപോലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് അയക്കണം. വീഡിയോയുടെ അവസാനം ഞാൻ DDയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു 10 പോസ്റ്റുകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നേഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്, അതുപോലെ തന്നെ ചൗക്കിദാർ MTS അങ്ങനെ പറഞ്ഞിട്ട് കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട്. അതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കും. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഗ്രാജുവേഷൻ ആണ് അവർ ചോദിക്കുന്നത്. 35 വയസ്സിനും താഴെ ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനുള്ള അവസരം. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക് ഇതിലൊരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശേഷമായിട്ട് 1 ഏപ്രിൽ 2021 കണക്കാക്കിയിട്ടായിരിക്കും ഈ 35 വയസ്സ് എന്ന് പറയുന്ന ആ ഒരു ഏജ് കാറ്റഗറിയിൽ ഉണ്ടായിരിക്കേണ്ടത്. അടുത്തതായിട്ട് ലാബ് അറ്റൻഡന്റ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട്. ബയോളജി റിലേറ്റഡ് ആണ്. അതായത് ഒരു വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. സയൻസ് +2 സയൻസ് പഠിച്ചവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർനെറ്റ്, ഇമെയിൽ, MS വേർഡ്, MS എക്സൽ, MS പവർ പോയിന്റ് ഇതെല്ലാമായിട്ട് നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരാണ് അപേക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ 40 വയസ്സിന് താഴെയുള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. അടുത്തതായിട്ട് അസിസ്റ്റന്റ് ലൈബ്രറിയൻ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇതിലൊരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. BLIP പഠിച്ചവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. അതുപോലെ തന്നെ ഏജ് പറയുന്നത് 40 വയസ്സിന് താഴെയാണ് ഉള്ളവർക്ക് അപേക്ഷിക്കാനുള്ള അവസരമാണ്. 1 ഏപ്രിൽ 2021 വെച്ചിട്ടായിരിക്കും ഈ 40 ഇയേഴ്സ് എന്നുള്ള ആ ഒരു ഏജ് കാറ്റഗറി കണക്കിടുക. ഓക്കെ. അടുത്തതായിട്ട് കമ്പ്യൂട്ടർ ലാബ് ടെക്നീഷ്യൻ ഒരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. മിനിമം +2 ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസും ചോദിക്കുന്നുണ്ട്. 40 വയസ്സിന് താഴെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. 1 ഏപ്രിൽ 2021 കണക്കിലാക്കിയിട്ട്. ഓക്കെ. കമ്പ്യൂട്ടർ ലാബ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. +2 സയൻസ് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ഇന്റർനെറ്റ്, ഇമെയിൽ, MS ഓഫീസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ആക്സസ് ഉള്ളവരായിരിക്കണം. ഓക്കെ. 40 വയസ്സിന് താഴെയുള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. അടുത്തതായിട്ട് പ്രധാനമായിട്ടുള്ള ഒരു പോസ്റ്റാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS. 2 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. 35 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയാണ് പറയുന്നത്. അതുകൂടാതെ ഡിസൈറബിൾ ആയിട്ട് അവരൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് കമ്പ്യൂട്ടർ നോളജും അതുപോലെ തന്നെ CCTV ഓപ്പറേറ്റിംഗ് നോളജും ഉള്ളവർക്ക് പ്രിഫറൻസ് ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് പാരാമെഡിക്സ് അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. +2 യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. സയൻസ് പഠിച്ചിട്ടുള്ളവരായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷിൽ അഗ്രിഗേറ്റ് മിനിമം 50% മാർക്കും അതുപോലെ തന്നെ ഈച്ച് സബ്ജക്റ്റിന് 40% മിനിമം ഉള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. അടുത്തതായിട്ട് ഗാർഡനർ മാലി എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ് യോഗ്യത മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ബിലോ 35 വയസ്സിന് താഴെയുള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. ചൗക്കിദാർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഒരു വേക്കൻസിയാണ് പറയുന്നത്. 10ാം ക്ലാസ് യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ 35 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഒരു വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. മെട്രിക്കുലേഷൻ ആൻഡ് ഓർ ഈക്വലന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ് യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. ITA ഇൻ ഇലക്ട്രീഷ്യൻ ട്രേഡ് പഠിച്ചിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. 1 മുതൽ 5 വർഷത്തിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അതായത് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ പ്രിഫറൻസ് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. 35 വയസ്സാണ് മാക്സിമം പറഞ്ഞിട്ടുള്ളത്.
പറഞ്ഞിട്ടുള്ള ഏജ് ലിമിറ്റ്. അടുത്തതായിട്ട് ഇതിനെ അപേക്ഷിക്കേണ്ട രീതിയാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് അത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾ അത് പ്രിൻ്റ് എടുക്കുക, അതായത് സെറോക്സ് കോപ്പി എടുക്കുക. ശേഷമായിട്ട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് 100 രൂപയുടെ ഒരു DD ആണ് പറഞ്ഞിട്ടുള്ളത്. DDയുടെ ആ ഒരു അഡ്രസ്സ് പറയുന്നത് ആർമി പബ്ലിക് സ്കൂൾ, RK പുരം, പേബിൾ അറ്റ് സെക്കൻഡറാബാദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് അയക്കുക. സ്പീഡ് പോസ്റ്റ് തന്നെ അയക്കാൻ ശ്രമിക്കുക. 5 ഫെബ്രുവരി 2021 ആണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മറക്കരുത്, ഒരു കാരണവശാലും മറക്കരുത്. നിങ്ങൾ സ്പീഡ് പോസ്റ്റ് തന്നെ അയക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റിലൂടെ ചോദിക്കാം. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഓക്കെ.